എന്താ പറയണ്ടേ, എല്ലാവരും കൂടെ കഴിയാൻ പറ്റുന്ന ഒരു സന്തോഷമാണ് എനിക്ക്. അതൊരു ഫൈറ്റായിട്ടോ. ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം ചേച്ചിയുടെ പേരും കേൾക്കുന്നുണ്ട്. പ്രധാനമായും മത്സരിക്കുകയാണെങ്കിൽ തൃശ്ശൂർ തന്നെയല്ലേ? മത്സരിക്കുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ മത്സരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അതെനിക്ക് ആരോടും ചോദിക്കേണ്ട. കാരണം എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നല്ലേ ഞാൻ നോക്കണ്ട, അല്ലാണ്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ ആകുമ്പോൾ എനിക്ക് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജയിച്ചിട്ട് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൃശ്ശൂർക്ക് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ വലിയ കോൺഗ്രസ്സുകാരനെ കുത്തിയെന്ന് ചേച്ചി തിരിച്ചു പറഞ്ഞിരുന്നു. പിന്നീടാണ് BJP-യിലേക്കുള്ള പ്രവേശം. അതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക? അല്ല, തെരഞ്ഞെടുപ്പിലെ ഗുണം ഞാൻ വന്നിട്ടുള്ളത് അവരെ പത്മേച്ചിയായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂർ എന്ന് പറയുന്ന എത്രയോ കാലങ്ങളായി ഒരു ഡെവലപ്മെൻറ്റ്സും ഇല്ലാണ്ട് നടക്കുന്ന സ്ഥലമാണ്. നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിൽ പോകും. ഞാൻ കുട്ടിക്കാലത്ത് കണ്ട അതേ തൃശ്ശൂരാണ് ഇപ്പോഴും, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം അവിടെ എന്ത് ചെയ്താലും അവിടെ നല്ലതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും എനിക്ക് സന്തോഷം അതാണ്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ മത്സരിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂരെ മത്സരിക്കുള്ളൂ. ചേട്ടാ, സ്ഥാനാർത്ഥി ആയി ഏതാണ്ട് ഉറപ്പിക്കാവോ? അത് സംസ്ഥാന നേതൃത്വം, ദേശീയ നേതൃത്വം മത്സരിച്ച് അങ്ങനെ ഇരിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി MP വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് പാർട്ടി നടന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനൊക്കെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെയല്ലേ? അല്ല, അത് പാർട്ടി തീരുമാനിച്ചു അല്ലേ? അല്ല, പാർട്ടി തീരുമാനിച്ചാൽ അവർക്കത് തുറന്നു പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഏതാണ്ട് അക്കാര്യത്തെക്കുറിച്ചൊരു ധാരണയൊക്കെ അവരുടെ മനസ്സിലുണ്ട്, അതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്തായാലും പത്മജ വേണുഗോപാൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം കുറിക്കുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ ഇന്നു മുതൽ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് എത്തുമ്പോൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ഉച്ചസ്ഥായിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അവർ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും അറിയുന്നു. GK. ശരി ശ്രീജിത്ത്, തട്ടകം തൃശ്ശൂർ തന്നെയാണ് എന്ന് പത്മജ വേണുഗോപാൽ സമ്മതിക്കുന്നുണ്ട്. ഇനി സ്ഥാനാർത്ഥിയാകുമോ എന്നത് ഒരു പ്രഖ്യാപനത്തിന്റെ മാത്രം കാര്യമായി മാറുന്നുണ്ട് തൃശ്ശൂരിൽ. പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. മതിലിൽ അവർ ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.